മോർണിംഗ് ഓൾ. വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മോദി കോൾസ് ഫോർ സെൻട്രൽ സ്റ്റേറ്റ് സിനർജി. അതായത് നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗ് നടക്കുകയാണ്. സോ PM എല്ലാ സ്റ്റേറ്റിനോടും ആവശ്യപ്പെട്ടിരുന്നു എല്ലാ സ്റ്റേറ്റും ഒരു വേൾഡ് ക്ലാസ് രീതിയിലേക്കുള്ള ടൂറിസ്റ്റ് ഹബ് എന്ന രീതിയിലേക്ക് മാറണമെന്നുള്ളത്. സോ അതിനെക്കുറിച്ച് പറയുന്ന ഒന്നാണ് ഈ പറയുന്ന മോദി കോൾസ് ഫോർ സെൻട്രൽ സ്റ്റേറ്റ് സിനർജി. സെക്കൻഡ്, UPSC to start authentication of Aadhaar from next exam cycle. നെക്സ്റ്റ് എക്സാം സൈക്കിളോട്ട് UPSC ആധാർ ബേസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യുകയാണ്. സോ ആ ഒരു റിക്രൂട്ട്മെന്റിൽ കുറച്ചും കൂടി ട്രാൻസ്പെറൻസി കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് UPSC ഇത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. തേർഡ് വൺ, സെൻട്രൽ റോൾസ് ഔട്ട് PLI സ്കീം ഫോർ 11 ഫാർമ പ്രൊഡക്ട്സ്. അതായത് ഫാർമ പ്രൊഡക്ട്സിന്റെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പറയുന്ന പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. നെക്സ്റ്റ്, ഹൗ വിൽ ലാൻഡ് പോർട്ട് ക്ലോഷർ ഇമ്പാക്ട് ദ റീജിയൻ. അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള ലാൻഡ് പോർട്ട് ത്രൂ ഇമ്പോർട്ട് നമ്മൾ ബാൻ ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ഗാർമെന്റ് ലൈക്ക് ഐറ്റംസ്. സോ ആ ഒരു സിനാരിയോ എങ്ങനെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷനെ ബാധിക്കുക, ആ ഒരു ഡിപ്ലോമസി എങ്ങനെയായിരിക്കും നമ്മൾ കീപ്പ് ചെയ്യുക തുടങ്ങിയ ഒരു ഡെപ്തിലുള്ള ഒരു അനാലിസിസ് തരുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ഹൗ വിൽ ലാൻഡ് പോർട്ട് ക്ലോഷർ ഇമ്പാക്ട് ദ റീജിയനിൽ പറയുന്നത്. സോ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ന്യൂസും നോക്കാം. ഫസ്റ്റ് വൺ, അറ്റ് നീതി ആയോഗ് മീറ്റ് CM seeks സപ്പോർട്ട് ഇൻ ബൂസ്റ്റിംഗ് ഇൻഫ്രാ ക്ലീനിങ് യമുന. ഇതിന്റെ മേജർ തീം എന്ന് പറയുന്നത് വികസിത് രാജ്യ ഫോർ വികസിത് ഭാരത് അറ്റ് 2047. അതായിരുന്നു നമ്മുടെ ഈ ഒരു ഗവേണിംഗ് കൗൺസിലിന്റെ എൻറ്റയർ തീം എന്ന് പറയുന്നത്, വികസിത് ഭാരത് അറ്റ് 2047. അതായത് സെൻട്രൽ സ്റ്റേറ്റ് കോർപ്പറേഷനിലൂടെ നമ്മുടെ ഡെവലപ്മെന്റ് വളരെയധികം ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ടീം ഇന്ത്യ എന്നുള്ള രീതിയിൽ PM എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഡെവലപ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് എല്ലാ സ്റ്റേറ്റും ടീം ഇന്ത്യ എന്ന രീതിയിലേക്ക് ഫോം ചെയ്ത് ആ ഒരു തലത്തിൽ മാറണമെന്ന് PM എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വൺ സ്റ്റേറ്റ് വൺ ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ, ഒരു ടൂറിസ്റ്റ് ഹബിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അതായത് ടൂറിസത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരുന്നു ഈ പറയുന്ന നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിലിന്റെ മീറ്റിംഗ് എൻറ്റർലി പോയിക്കൊണ്ടിരുന്നത്. അതേനൊക്കെ ഇൻക്രീസിംഗ് വുമൺ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ത്രൂ പോളിസി സപ്പോർട്ട്, വുമൺ പാർട്ടിസിപ്പേഷൻ വളരെയധികം ബൂസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സും കാര്യങ്ങളും ഒക്കെ ഈ ഒരു മീറ്റിംഗിൽ ആലോചിക്കുകയുണ്ടായിട്ടുണ്ട്. സോ ഈ ഒരു മീറ്റിംഗിൽ ഒരുപാട് സ്റ്റേറ്റ്സ് അവരുടെ കൺസേൺസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തമിഴ്നാട് CM അവരുടെ കൺസേൺ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സെൻട്രൽ ടാക്സിൽ നിന്ന് ഒരു ഫെയർ ഷെയർ അവർ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേനൊക്കെ തന്നെ കാവേരി ക്ലീനിങ് മിഷൻ, നമാമി ഗംഗ പ്രോഗ്രാം പോലെ കാവേരി ക്ലീനിങ് മിഷനുള്ള രീതിയിൽ കാര്യങ്ങൾ മൂവ് ചെയ്യണം, അതിനുള്ളൊരു പ്രോജക്റ്റ് കൊണ്ടുവരണം എന്നും തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്ന് ആവശ്യം ഉണ്ടായിട്ടുണ്ട്. സോ നെക്സ്റ്റ്, പഞ്ചാബ് വാട്ടർ ഇഷ്യൂസ്, അതേനൊക്കെ തന്നെ ഫൈനാൻഷ്യൽ ഡിസ്ക്രിമിനേഷൻ, സെൻട്രലിന്റെ ഭാഗത്തു നിന്നുള്ള ഫൈനാൻഷ്യൽ ഡിസ്ക്രിമിനേഷൻ, സെൻട്രൽ ടാക്സ് ഫെയർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല തുടങ്ങിയ ഇഷ്യൂസ് ഒക്കെ അവരും അറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പല സ്റ്റേറ്റിൽ നിന്നും ഡെവലപ്മെന്റൽ സജഷൻസ് വന്നിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിന്റെ ഭാഗത്ത് നിന്ന് പ്രപ്പോസ്ഡ് 3 സബ് ഗ്രൂപ്പ്സ് ടു ഫാസ്റ്റ് ട്രാക്ക് വികസിത് ഭാരത് അറ്റ് 2047 തുടങ്ങിയ രീതിയിൽ ആന്ധ്രാപ്രദേശിന്റെ ഭാഗത്ത് നിന്ന് ഓരോ സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതേനൊക്കെ തന്നെ ഛത്തീസ്ഗഡിന്റെ ഭാഗത്ത് നിന്ന് 3T മോഡൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെക്നോളജി, ട്രാൻസ്പെറൻസി, ട്രാൻസ്ഫോർമേഷൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യണമെന്ന് ഛത്തീസ്ഗഡിന്റെ ഭാഗത്ത് നിന്നും സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നോക്കാം. ഫസ്റ്റ്, നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിലിനെ കുറിച്ച്. കോപ്പറേറ്റീവ് ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അപ്പെക്സ് ബോഡിയാണ് ഈ പറയുന്ന നീതി ആയോഗ്. ഇതിനകത്ത് PM ഉണ്ട്, യൂണിയൻ മിനിസ്റ്റേഴ്സ്, ചീഫ് മിനിസ്റ്റേഴ്സ്, ലഫ്റ്റനന്റ് ഗവർണേഴ്സ് തുടങ്ങിയവരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ്, വികസിത് ഭാരത് അറ്റ് 2047. അതായത് ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷൻ ആകുക 2047 കൂടി. അതായത് ആ ഒരു സമയത്ത് നമ്മുടെ ഇൻഡിപെൻഡൻസിനെ 100 ഇയേഴ്സ് സെലിബ്രേറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു ഡെവലപ്ഡ് നേഷൻ ആയിട്ട് ഇന്ത്യ മാറുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സോ നമ്മുടെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വൺ സ്റ്റേറ്റ് വൺ ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ, എ ടൂറിസം സെൻട്രിക് ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്. വളരെയധികം ടൂറിസത്തിന് ഇമ്പോർട്ടൻസ് ഉള്ള അത്രയും ഒരു ഡൈവേഴ്സിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. സോ ആ ഒരു രീതിയിലേക്ക് ഹബ് എന്നുള്ള രീതിയിലേക്ക് എൻ്റെ രാജ്യം മാറുക എന്നുള്ളതായിരുന്നു ഈ പറയുന്ന വികസിത് ഭാരത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്, അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് പ്രോജക്റ്റുകൾക്കൊക്കെ എക്കണോമിക്കലി വയബിൾ ആയിട്ട് നല്ല രീതിയിൽ ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അമൃത്, അതായത് അർബൻ ഡെവലപ്മെന്റ് സ്കീം ഫോർ വാട്ടർ സപ്ലൈ, സാനിറ്റേഷൻ, അർബൻ ട്രാൻസ്പോർട്ട്, എൻ്റർലി അർബൻ ഏരിയ ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സ്കീമായിരുന്നു അത്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത്.
സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ GS2ലും അതേനൊക്കെ തന്നെ GS1ലും GS3ലും ഒക്കെ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ആണ്. കാരണം ഗവേണൻസ് ആൻഡ് കോപ്പറേറ്റീവ് ഫെഡറലിസം, സോഷ്യൽ എംപവർമെന്റ് ആൻഡ് എക്കണോമിക് ഇൻക്ലൂഷൻ, ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇൻട്രസ്റ്റഡ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് ആൻഡ് എൻവയോൺമെന്റൽ ഗവേണൻസ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. സെക്കൻഡ് ന്യൂസ്, UPSC to start authentication of Aadhaar from next exam cycle. അതായത് UPSC ചെയർമാൻ അജയ് കുമാർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് UPSC എക്സാംസ് തൊട്ട് ആധാർ ബേസ്ഡ് ആയിട്ടുള്ള ഓതന്റിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യൂ എന്നുള്ളത്. അത് ഏറ്റവും കൂടുതൽ അത് എയിം ചെയ്യുന്ന പറയുന്നത് ട്രാൻസ്പെറൻസി എൻഹാൻസ് ചെയ്യിക്കുക, അതായത് ആ ഒരു എൻറ്റയർ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കുറച്ചും കൂടെ ട്രാൻസ്പെറന്റ് ആയിട്ട് കുറച്ചുകൂടി സെക്യൂർ ആയിട്ട് ഒരു സ്ട്രീം ലൈൻ പ്രോസസ്സിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു അനൗൺസ്മെന്റ് മെയ്ഡ് എ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് ചെയർപേഴ്സൺസ് ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ മീറ്റിംഗിലായിരുന്നു. തമിഴ്നാട് PSC ആയിരുന്നു ഈ ഒരു മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെന്നൈയിലായിരുന്നു ഈ ഒരു മീറ്റിംഗ് നടന്നിട്ടുള്ളത്. സോ ഈ ഒരു മീറ്റിംഗ് ഡിസ്കസ് ചെയ്തത് ടെക്നോളജി, റിക്രൂട്ട്മെന്റ് ടെക്നോളജി എത്രത്തോളം നമുക്ക് ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാന്നുള്ളത് ഡിസ്കസ് ചെയ്തിരുന്നു. അതിനൊക്കെ തന്നെ എക്സാമിനേഷൻ പ്രോസസ്സ് വളരെ ഫെയർ ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതും, കാരണം ഒരുപാട് ചലഞ്ചസ്, ഒരുപാട് ഇഷ്യൂസ് ഈ റീസെന്റ് UPSCയുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെ ഒരു ഫെയർ എക്സാമിനേഷൻ പ്രോസസ്സ് നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു മേജർ അജണ്ട എന്ന് പറയുന്നത്. അതിനൊക്കെ തന്നെ റിക്രൂട്ട്മെന്റിലെ മേജർ ചലഞ്ചസ്, ബെസ്റ്റ് പ്രാക്ടീസസ് അക്രോസ് സ്റ്റേറ്റ്, അതെങ്ങനെ എത്രത്തോളം നമുക്ക് ഓരോ സ്റ്റേറ്റിന്റെയും കോർഡിനേഷനോട് കൂടി ഈ പറഞ്ഞ എക്സാംസ് കണ്ടക്ട് ചെയ്യാം എന്നുള്ളതൊക്കെയായിരുന്നു ഈ ഒരു മീറ്റിംഗിൽ എൻറ്റയർലി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് ആധാർ ഓതന്റിക്കേഷൻ, അതായത് UIDA 12 ഡിജിറ്റ് യൂണിക് ഐഡന്റിറ്റി നമ്പർ ആണ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അതിനാണ് നമ്മുടെ ആധാർ എന്ന് പറയുന്നത്. അതായത് ഓരോ പേഴ്സന്റെയും ഐഡന്റിറ്റിയാണ് ഈ പറയുന്ന ആധാർ എന്നുള്ളത്. നെക്സ്റ്റ്, എന്താണ് UPSC? UPSC ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. നിങ്ങൾക്കറിയാം ആർട്ടിക്കിൾ 315 to 323 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. അതിനൊക്കെ എല്ലാ ഓൾ ഇന്ത്യ സർവീസിലേക്കും സെൻട്രൽ സർവീസിലേക്കും ഒക്കെ എക്സാംസ് നടത്തുന്നത് ഈ പറയുന്ന UPSC ആണ്. എല്ലാ സ്റ്റേറ്റ് PSCയുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് ചെയർപേഴ്സൺ ആയിട്ടും ഈ പറയുന്ന UPSC ആക്ട് ചെയ്യുന്നുണ്ട്. അതേണക്കെ തന്നെ UPSCയുടെയും സ്റ്റേറ്റ് PSCയുടെയും ഒരു കോർഡിനേഷൻ പ്ലാറ്റ്ഫോം ആയിട്ട് രണ്ടുപേരും കറക്റ്റ് രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് എല്ലാ സ്റ്റേറ്റ് PSCനെയും ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ പറയുന്ന UPSCക്ക് സാധിക്കാറുണ്ട്. സോ ഏതൊക്കെ ടെക്നോളജിയാണ് നമ്മൾ ഇത്രയും കാലം എക്സാമിനേഷൻസിന് യൂസ് ചെയ്തിട്ടുള്ളത്? നമ്മൾ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ SSC അടക്കമുള്ള എക്സാംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻസ്, ബയോമെട്രിക് വെരിഫിക്കേഷൻ ഒക്കെ ഈ ഒരു എക്സാം പ്രോസസ്സ് കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആയിട്ടും സെക്യൂർ ആയിട്ടും മാറാനായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS2ൽ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീമാണ്. കാരണം ഗവേണൻസ് ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ റിക്രൂട്ട്മെന്റ്, ലീഗൽ ആൻഡ് എത്തിക്കൽ ചലഞ്ചസ്, റോൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ ഒരു ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് സെൻട്രൽ റോൾസ് ഔട്ട് PLI സ്കീം ഫോർ 11 ഫാർമ പ്രൊഡക്ട്സ്. അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രോഡക്ട്സിന്റെ 11 ഫാർമ പ്രൊഡക്ട്സിന്റെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീംസിന്റെ ഭാഗമായിട്ട് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു. അതായത് നിയോമൈസിൻ, സ്ട്രെപ്റ്റോമൈസിൻ തുടങ്ങിയ പ്രൊഡക്ട്സുകളൊക്കെ നേരത്തെ അൺസബ്സ്ക്രൈബ്ഡ് അല്ലെങ്കിൽ പാർഷ്യലി സബ്സ്ക്രൈബ്ഡ് ലിസ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഈ ഒരു പ്രൊഡക്ട്സിന്റെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ഗവൺമെന്റ് ഉണ്ടായിട്ടുള്ളത്. സോ ഇതിന്റെ ആപ്ലിക്കേഷൻ ഡെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ June 14 ആണ്. സോ ഇൻസെന്റീവ്സ് പ്രൊവൈഡഡ് until FY28 for chemical synthesis product and FY29 for fermentation based products. So ഇതില് ന്യൂ എലിജിബിൾ ഫേംസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊക്കെ തന്നെ ഈ ഒരു സ്കീം എന്ന് പറഞ്ഞാൽ ഇന്ത്യസ് ലാർജസ്റ്റ് സ്ട്രാറ്റജി ആയിരുന്നു. 2020 ഈ ഒരു സ്കീം കൊണ്ടുവരുന്നത്. അതായത് ഈ ഒരു ഫാർമ പ്രൊഡക്ട്സിന്, ആക്റ്റീവ് ഫാർമ ഇൻഗ്രീഡിയൻസിന്റെ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശം. അതിനൊക്കെ തന്നെ പ്രൊഡക്ഷൻ, ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സെൽഫ് റിലയൻസ് കാറ്റഗറിയിലേക്ക് ഈ പറഞ്ഞ ആക്റ്റീവ് ഫാർമ ഇൻഗ്രീഡിയൻസിനെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ ഒരു സ്കീമിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നുള്ളത്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം 2020 ഇത് ലോഞ്ച് ചെയ്യുന്നത്. അക്രോസ് 14 സെക്ടേഴ്സിലായിരുന്നു. അതിനകത്ത് ഫാർമസ്യൂട്ടിക്കൽസും ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുക, അതിനൊക്കെ തന്നെ എക്സ്പോർട്ട് കൂട്ടുക, അത് ത്രൂ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഗവൺമെന്റ് ഉദ്ദേശം. സോ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 1.61 lakh crore ആണ്. അതിനൊക്കെ തന്നെ ഇൻസെന്റീവ്സ് ഡിസ്ബേഴ്സ്ഡ് എന്ന് പറയുന്നത് 14 crore, ഏകദേശം അത്രത്തോളം തന്നെ ഒരു 10 സെക്ടേഴ്സിൽ ഉണ്ടായിട്ടുണ്ട്. സോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത്
മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സിന്റെ അണ്ടർ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡ്രഗ് മാനുഫാക്ചറിങ്ങും അതിനൊക്കെ തന്നെ ഇൻഡസ്ട്രിയൽ സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ മേജർ ഒബ്ജക്റ്റീവ്. സോ ഇതിനകത്ത് വരുന്ന മേജർ ടേംസ് എന്ന് പറയുന്നത് KSM, ദാറ്റ് മീൻസ് കീ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസ്, DIs, that is drug intermediates, APIs, active pharmaceutical ingredients, then fermentation based production, അതായത് certain ആന്റിബയോട്ടിക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ബയോടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള പ്രോസസ് ആണ് നോക്കുക. സോ ഇതൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ വരുന്ന മേജർ ടേംസ് എന്നുള്ളത്. സോ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്ന് നോക്കാം. GS3യിലും അതിനൊക്കെ തന്നെ GS2യിലും ഈ ഒരു ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടന്റ് ഉള്ള ഒന്നാണ്. ഇന്ത്യൻ എക്കോണമി ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസി, അതിനൊക്കെ തന്നെ ഗവേണൻസ്, ഹെൽത്ത് സെക്ടർ, സയൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയ മേഖലകളിലൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് ന്യൂസ്, ഹൗ വിൽ ലാൻഡ് പോർട്ട് ക്ലോഷർ ഇമ്പാക്ട് ദ റീജിയൻ? സോ May 17ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് റെഡിമെയ്ഡ് ഗാർമെന്റ്സിന്റെ ഒക്കെ ബംഗ്ലാദേശിൽ നിന്നുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സിന്റെ ഒക്കെ ഇമ്പോർട്ട് ബാൻ ചെയ്തുകൊണ്ട് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ത്രൂ ലാൻഡ് പോർട്ട്സ് വഴിയുള്ള എല്ലാ റെഡിമെയ്ഡ് ഗാർമെന്റ്സും അതിനൊക്കെ തന്നെ കുറച്ച് മറ്റ് അതർ ഗുഡ്സിന്റെ ഒക്കെ ബാനിങ് ഗവൺമെന്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനൊക്കെ തന്നെ ആ ഒരു ലാൻഡ് പോർട്ട് ത്രൂ ബാൻ ചെയ്തതിൽ ഇല്ലാത്തതെന്ന് പറയുന്നത് ഫിഷ്, LPG, എഡിബിൾ ഓയിൽ, ക്രഷ്ഡ് സ്റ്റോണ്, ഇതൊന്നും ഈ ഒരു ഓർഡർ അഫക്ട് ചെയ്യുകയില്ല. അതിനൊക്കെ തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള സീപോർട്ട് വഴിയുള്ള എക്സ്പോർട്ട്, അതായത് നവാഷേവ, കൊൽക്കട്ട വഴിയുള്ള എക്സ്പോർട്ടുകളെയൊക്കെ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെയൊക്കെ ഈ ഒരു ഓർഡറിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു നവാഷേവ ആയാലും അതിനൊക്കെ തന്നെ കൊൽക്കട്ട പോർട്ടിൽ നിന്നൊക്കെ ഉള്ള ആയാലും പ്രോപ്പർ ആയിട്ടുള്ള റിവ്യൂസ് അവിടെ ആവശ്യമാണെന്ന് ഗവൺമെന്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ഡിസിഷൻ ഗവൺമെന്റ് എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇന്ത്യൻ കോട്ടൺ യാണും അതിനൊക്കെ തന്നെ ഇന്ത്യൻ റൈസിന്റെ മേലൊക്കെ ഈ പറഞ്ഞ ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു കൗണ്ടർ എന്നുള്ള രീതിയിലാണ് ഇന്ത്യ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിനൊക്കെ തന്നെ ഇന്ത്യൻ ഡ്രഗ്സിനെ വളരെയധികം രീതിയിൽ അഗ്രസീവ് ആയിട്ട് ബോർഡറിൽ ചെക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ബംഗ്ലാദേശ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഡിസിഷനൊക്കെ ഉള്ള ഒരു കൗണ്ടർ റിയാക്ഷൻ ആയിരുന്നു ഈ ഒരു മെത്തേഡ്. സോ ഇപ്പൊ മാറി വന്ന ഇടക്കാല ഗവൺമെന്റ്, ബംഗ്ലാദേശിന്റെ ഇടക്കാല ഗവൺമെന്റും ഇന്ത്യയുടെയും ഡിപ്ലോമസി എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം പ്രശ്നങ്ങൾ ഇനി ഈ ഒരു സിനാരിയോ വെച്ച് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, DGFT, ഡയറക്ടറേറ്റ് അണ്ടർ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ്, അതായത് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് റെഗുലേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഡയറക്ടറേറ്റ് അണ്ടർ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആണ്. ദെൻ റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, അതായത് ബംഗ്ലാദേശ് ആണ് റെഡിമെയ്ഡ് ഗാർമെന്റ്സിൽ ഏറ്റവും ടോപ്പ് എക്സ്പോർട്ടർ ആയിട്ട് നിൽക്കുന്നുള്ളത്. ദെൻ ലാൻഡ് പോർട്ട്, അതായത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ 24 ഓപ്പറേഷണൽ ലാൻഡ് പോർട്ടുകളാണ് ഷെയർ ചെയ്യുന്നത്. സോ ഇത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ കണക്ടിവിറ്റിന് തന്നെ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള പോർട്ടുകളും ആണ്. അതിനൊക്കെ തന്നെ ബിംസ്റ്റെക് കോർപ്പറേഷൻ, അതായത് ബേ ഓഫ് ബംഗാൾ നേഷൻസിന്റെ ഒരു സബ് റീജിയണൽ ഗ്രൂപ്പിങ്ങിനെയാണ് നമ്മൾ ഈ പറയുന്ന ബിംസ്റ്റെക് എന്ന് പറയുന്നത്. സോ ഈ ഒരു സിനാരിയോ ഇന്ത്യനെ ആയാലും ബംഗ്ലാദേശിനെ ആയാലും എത്രത്തോളം അഫക്ട് ചെയ്യും, ഈ പറഞ്ഞ ബിംസ്റ്റെക് അടക്കമുള്ള റീജിയണൽ കോർപ്പറേഷൻ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. ദെൻ ആത്മനിർഭർ ഭാരത്, കാരണം ഇന്ത്യ ഇത്രത്തോളം ഈ ഒരു ഗാർമെന്റ്സിനെയും കാര്യങ്ങളെയൊക്കെ ബാൻ ചെയ്യുന്നത് കുറച്ചുകൂടെ നമുക്കൊരു സെൽഫ് റിലയൻസ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്താനാണ്. അതായത് നമ്മുടെ ആത്മനിർഭർ ഭാരത് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് എക്കണോമിക് സെൽഫ് റിലയൻസ്, അതിനൊക്കെ റീജിയണൽ എന്റർപ്രണർഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശവും ഇതിന് പിന്നിലുണ്ട്. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS2യിലായാലും ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീമാണ്. കാരണം ഇന്ത്യ ആൻഡ് നൈബർഹുഡ് റിലേഷൻസ്, ബയലാറ്ററൽ എഗ്രിമെന്റ്സ് ആൻഡ് ട്രേഡിലൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ GS3യില് എക്കോണമി, ട്രേഡ് പോളിസി, സെക്യൂരിറ്റി, ബോർഡർ ആൻഡ് സ്ട്രാറ്റജിക് ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഈ പറഞ്ഞ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻ വളരെയധികം ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ട് നിൽക്കും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മെജോറിറ്റിയും പൊളിറ്റി, IR തലങ്ങളിലുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ആയിരുന്നു. സോ മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.